തൃശ്ശൂരിലേക്ക് പോകണം. അവിടെ UDF വമ്പൻ തിരിച്ചുവരവാണ് നടത്തിയത്. ഭരണം പിടിച്ചെങ്കിലും പക്ഷേ പണപ്പെട്ടി വിവാദം, സസ്പെൻഷൻ അതൊക്കെ തുടക്കത്തിൽ തന്നെ കോൺഗ്രസിന് കല്ലുകടിയായിട്ടുണ്ടെങ്കിലും മേയർ തെരഞ്ഞെടുപ്പിലെ അസ്വാരസ്യങ്ങളൊന്നും ബാധിക്കാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് UDFന് ആവശ്യമാണ്. ജെയ്സൺ ചാമോളപ്പിലാണ് ചേരുന്നത്. ജെയ്സൺ, തർക്കങ്ങളുടെ സമയമൊക്കെ തീർന്നു. ഏത് രീതിയിലാണ് ഇനിയിപ്പോൾ കോർപ്പറേഷനിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്? കാരണം വലിയ ഊർജ്ജമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും തൃശ്ശൂർ കോർപ്പറേഷന്റെ ജയം. എന്താണ് ഭരണസമിതി ലക്ഷ്യമിടുന്നത്? വിനീത, പണപ്പെട്ടി വിവാദ കൊടുങ്കാറ്റയ്ക്ക് താൽക്കാലികമായി കെട്ടടങ്ങിയെന്നാണ് നാം മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ തുടക്ക ദിവസങ്ങളിൽ തന്നെ വലിയ രീതിയിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരുന്ന പണപ്പെട്ടി വിവാദം. പക്ഷേ പിന്നീട് ഈ ആരോപണം ഉന്നയിച്ചവർ തന്നെ പുറകോട്ട് പോയി വളരെ നിശബ്ദമായ അവസ്ഥയിലാണ്. അവർക്കെതിരെ നടപടി വന്നു. അതോടുകൂടി മറ്റ് കൗൺസിലർമാരെല്ലാവരും ശാന്തരായി പുതിയ മേയറെ അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി. മേയർ പ്രഖ്യാപനത്തിൻ്റെ ആദ്യ ദിനം തന്നെയാണ് പണപ്പെട്ടി വിവാദം. അതും KC വേണുഗോപാൽ പോലെ പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അതീവ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു. ഒരു മേയർ സ്ഥാനത്തിന് വേണ്ടി ലക്ഷങ്ങൾ വാങ്ങി എന്നതാണ് പ്രധാനമായി ഉന്നയിച്ച ആരോപണം. പക്ഷേ അതിനൊന്നൊരു തുടർച്ചയുണ്ടായില്ല. അത് വെറും ഒരു ആരോപണം മാത്രമായി ഒതുങ്ങി എന്നതാണ് കോൺഗ്രസിന് ആശ്വാസം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം തൃശ്ശൂർ കോർപ്പറേഷനിൽ തിരിച്ചു വരുന്നത് വലിയ മുന്നേറ്റത്തോടു കൂടി തന്നെയാണ്. മാത്രവുമല്ല 33 സീറ്റുകളിൽ നിന്ന് മേയർ തെരഞ്ഞെടുപ്പിൽ അത് 35 ആക്കി ഉയർത്താൻ കഴിഞ്ഞു എന്നത് കോൺഗ്രസിന് ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉതകുന്ന രീതിയിലേക്ക് അവരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ നിയമസഭാ മണ്ഡലം ഉറപ്പിച്ച മട്ടാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി മോഹികൾ ഏറെയുണ്ട്. എങ്കിൽ പോലും കോർപ്പറേഷന്റെ പ്രവർത്തനം നന്നായില്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു പോകുമെന്ന ആശങ്ക കോൺഗ്രസ് നേതാക്കൾക്കിടയിലുണ്ട്. വളരെ ചിട്ടയൊപ്പിച്ച പ്രവർത്തനങ്ങൾക്കുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് മറ്റത്തൂരും അതുപോലെ തന്നെ ചുവന്നൂരൊക്കെ പൊട്ടിപ്പുറപ്പെടുന്നത്. എങ്കിൽ പോലും ആത്മവിശ്വാസം തിരിച്ചെടുത്ത് വീണ്ടും കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകാമെന്ന ആത്മവിശ്വാസത്തിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെട്ടിട്ടുണ്ട്. വിനീത, ശരി ജെയ്സൺ.